ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും മക്കൾക്കൊക്കെ സുഖം കേട്ടോ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. അപ്പോൾ ഇത് യാനിസ് വേൾഡിൻ്റെ വീടാട്ടോ. അവിടെ ഞങ്ങൾ ഒരുപാട് ദിവസമായിട്ട് ക്ഷണിക്കുകയായിരുന്നു, ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. അപ്പോൾ പോയപ്പോൾ തന്നെ എത്താത്ത ഒരു സ്പെഷ്യൽ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് എന്താണെന്ന് പറയാൻ പറ്റുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേരെന്താണെന്നുള്ള സത്യത്തിൽ മറന്നു പോയിക്കണ്. അപ്പം യാനസ്ത കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നൊരു അപ്പം. അത് നല്ല രസമുണ്ടല്ലേ കാണാൻ തന്നെ. അങ്ങനെ മക്കളൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. യാനസ്ത എന്താ പറയുക, ഒരു ഉമ്മാനെ പോലെ ഇവിടെ നിന്നോ, എവിടേക്കും പോകണ്ട, അവിടെ ഞങ്ങളെ കൂടെ നിന്നോ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതാ നല്ല അടിപൊളി വെള്ളം. ഞാൻ പിന്നെ ഇങ്ങനത്തെ വെള്ളങ്ങളൊന്നും കുടിക്കാറില്ലല്ലോ, ചായ ജ്യൂസ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് എൻ്റെ മോള് യാനിസ്ഥാൻ്റെ പേരക്കുട്ടി കിടക്കുന്നൊരു തൊട്ടിലുണ്ട്, അതിൽ പോയിട്ടുണ്ട് കളിക്കുന്നത്. ആ തൊട്ടിലുണ്ട് വീഡിയോ എടുക്കല്ലേ പറയുന്നുണ്ട്. അപ്പോൾ ആ തൊട്ടിലുണ്ട്. ഇവർക്ക് ഓരോ വിക്രസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ യാനിസ്ഥ അടിപൊളിയായിട്ട് അത് കുറേ കാലത്തിന് ശേഷം കേട്ടോ കഴിക്കുന്നത്. തേങ്ങാച്ചോറ്, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, പപ്പടം, അതുപോലെ നെല്ലിക്ക ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ട് ഒരുപാട് കാലത്തിന് ശേഷം തേങ്ങാച്ചോറ് കഴിച്ചപ്പം എൻ്റെ വല്യമ്മാനൊക്കെ അങ്ങോട്ട് ഓർത്തിട്ടോ. എന്നുവെച്ചാൽ വല്യമ്മക്ക് ഈ തേങ്ങാച്ചോറ്, മഞ്ഞച്ചോറ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, അവരൊക്കെ അങ്ങോട്ട് ഓർക്കും ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. നല്ല ചൂട് വറക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്താൻ തന്നെ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു സ്ഥലം നോക്കാൻ വേണ്ടി പോയ ദിവസമാണ് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് നേരത്തെ പോകേണ്ടിയിരുന്നു. കുറച്ച് ടൈം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും ആ റൂട്ടിന് പോകുമ്പോൾ യാനിസ്ഥാൻ്റെ വീട്ടിൽ കയറിയിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്യണം. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ ഒരു സന്തോഷം എല്ലാവർക്കും. അപ്പം ഭയങ്കര ഒരു ഉമ്മാനെ പോലുള്ളൊരു സ്നേഹം തന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടോ. നല്ല ഇപ്പോൾ ചായയൊക്കെ രാവിലെ എണീറ്റ് എന്ന് വെച്ചാൽ കുറച്ച് ടൈമേ ഉള്ളൂ. രാത്രി ആ ഫുഡ് കഴിച്ച് ഞങ്ങൾ കിടന്നു. പിന്നെ കുറച്ചൊക്കെ ഫോണിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ നേരത്തെ എണീച്ച് ഇതേപോലെ ചായ ഞാനും കുടിക്കൂല കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ വേഗം ചായ ഒക്കെ ഉണ്ടാക്കണത്. യാനിസ്ത എപ്പോഴും പറയും വീട്ടിൽ ഞങ്ങളങ്ങനെ ഞാൻ ഒറ്റക്കായിരുന്നു, ഞാൻ രാവിലത്തെ ചായ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല പറയും. വീട്ടിൽ ആളുണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. വീട്ടിൽ ആളുണ്ടാകുമ്പോഴേ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തോന്നുള്ളൂ, വീട്ടിൽ കഴിക്കാൻ ആളുണ്ടായില്ലേ. പിന്നെ ഞങ്ങളിതാ ചിക്കൻ കറിയും അതുപോലെ സ്പെഷ്യലായിട്ട് അതിനൊരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. വേറെ തന്നെ നല്ല രസമുണ്ടായിരുന്നു ആ ദോശ കേട്ടോ കഴിക്കാൻ. എന്നുവെച്ചാൽ അവിടെ പോയപ്പോൾ ഫുള്ള് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ദോശ. ഈ ദോശ ഞങ്ങൾ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ മലപ്പുറം ജില്ലയിലേക്ക് തന്നെയാണ് അധികം ആൾക്കാരും ഇത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ പത്തിരി, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ പത്തിരി, ഓട്ടട, പുട്ട് ഇതൊക്കെ ആയിരിക്കും അധികം ഉണ്ടാക്കൽ. പിന്നെ ഇങ്ങനെ സുന്ദരി മോള യാനിസ്താത്തയാണ് കേട്ടോ അത്. അപ്പോൾ യാനിസ്ത ഞങ്ങളെ കൂടെ പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പ് വരെ നടന്ന് വന്നിട്ടോ ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. ഇനിയും വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് സാധനമൊക്കെ തന്ന്. ഒരുപാട് മറക്കാൻ പറ്റാത്തൊരു മെമ്മറീസ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഷെയർ ചെയ്യണേ.